ഗൈസ്, ഇതെനിക്ക് ഇന്നലെ വന്നൊരു കേക്ക് ഓർഡർ ആണ്. നമ്മുടെ സ്ഥിരം കസ്റ്റമർ ഓർഡർ ചെയ്ത കേക്കാണ് കേട്ടോ ഇത്. ചില കസ്റ്റമേഴ്സ് അങ്ങനെയാണ്, എന്ത് ഫംഗ്ഷൻസും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ നമ്മുടെ തന്നെ അവർ കേക്ക് മേടിക്കുള്ളൂ. ഇനി എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിലോ അത് പറഞ്ഞ് മനസ്സിലാക്കി നെക്സ്റ്റ് ടൈം നമ്മുടെ തന്നെ കേക്ക് വാങ്ങിക്കാൻ അവർ ശ്രമിക്കാറുണ്ട് കേട്ടോ. 2 വീക്സ് മുന്നേ ഓൺലൈനിൽ എനിക്ക് ഒരു കേക്കിന്റെ ഓർഡർ വന്നിരുന്നു കേട്ടോ. അതാണെങ്കിൽ 1/2 kg വാനില കേക്ക് ആണ്. ഈ കസ്റ്റമർ ആണെങ്കിൽ ആദ്യമായിട്ടാണ് കേട്ടോ എന്റെ കേക്ക് പർച്ചേസ് ചെയ്യുന്നത്. അതും പോരാതെ രാവിലെ 9 മണിക്ക് മെസ്സേജ് അയച്ച് ഉച്ചയ്ക്ക് ഒരു 12 മണിക്ക് ഡെലിവറി ആക്കണം എന്ന് പറഞ്ഞു. ഞാൻ സെയിൽ ചെയ്യുന്നത് 2 ടൈപ്പ് വാനില കേക്ക് ആണ് കേട്ടോ. ഒന്ന് നോർമൽ വാനില കേക്കും ഒന്ന് റിച്ച് വാനില കേക്കും ആണ്. അവര് ചൂസ് ചെയ്തത് നോർമൽ വാനില കേക്ക് ആണ്. നോർമൽ വാനില കേക്കിന് ഞാൻ ഫില്ലിങ്സ് ഒന്നും കൊടുക്കാറില്ല. മിഠായി മേറ്റോ മിൽക്ക് മെയ്ഡോ ബാക്കി ഉണ്ടെങ്കിൽ അത് ഞാൻ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതുപോലെ ഇത്തിരി മിഠായി മേറ്റ് സ്പ്രെഡ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഇതിന്റെ ലെയേഴ്സ് കവർ ചെയ്തത്. അതുപോലെ അവർ പറഞ്ഞ കറക്റ്റ് സമയം നമ്മൾ കേക്ക് ഡെലിവറി ചെയ്ത് ഒരു 2 ഹവേഴ്സിന് ശേഷം കസ്റ്റമറെ വിളിച്ച് കേക്കിന് ഫില്ലിങ്സ് ആയിട്ട് നട്ട്സ് കൊടുത്തിട്ടില്ല, കേക്കിന്റെ ബോക്സിന്റെ മേലെ കാൻഡിൽ വെച്ചിട്ടില്ല എന്ന് പറഞ്ഞു വല്ലാത്ത പരാതിയായിരുന്നു കേട്ടോ. കസ്റ്റമറിന്റെ പരാതി കേട്ട് ഞാൻ ആകെ ഞെട്ടിപ്പോയി. ആകെ മൊത്തം ഞാൻ ആ കേക്കിന് ചാർജ് ചെയ്തത് 350 റുപ്പീസ് ആണ്. ഇത്രയും ചെറിയ റേറ്റിൽ കൊടുക്കുമ്പോ ഇതിൽ ആഡ് ചെയ്യാനുള്ള സാധനങ്ങൾക്ക് നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഇല്ലേ. അതും പോരാതെ 2-3 കേക്കിന്റെ കൂടെ ഈ ഒരു 1/2 kg ബേക്ക് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് വിൽക്കാം. ഈ കേക്ക് കസ്റ്റമർ പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഒറ്റയ്ക്കാണ് ബേക്ക് ചെയ്ത് ഉണ്ടാക്കിയത്. അതുകൊണ്ട് അതിന്റെ ഇലക്ട്രിസിറ്റി ബില്ല്, ടൈം ആകെ മൊത്തം എനിക്ക് പണി പാളി. ഇത്രയും ലോസ് എനിക്ക് ഉണ്ടാവുന്ന അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഈ കേക്കിന്റെ ഓർഡർ എടുത്തത്. ഒരു പുതിയ കസ്റ്റമർ നമ്മുടെ അടുത്തേക്ക് വരുന്ന ഒന്നില്ലെങ്കിൽ നമ്മുടെ കേക്ക് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടോ ആരെങ്കിലും കഴിച്ചിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടോ ആയിരിക്കും. അതുകൊണ്ട് അവരൊരു ചെറിയ കേക്ക് ആണെങ്കിലും ചോദിച്ചപ്പോ എനിക്ക് മടക്കി അയക്കാൻ തോന്നിയില്ല. അങ്ങനെ ഈ 2-3 കുറ്റങ്ങൾ പറഞ്ഞ് അവസാനം ക്യാഷ് തരില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തി. പിന്നെ കുറച്ച് കഴിഞ്ഞ മെസ്സേജ് അയച്ച് വിളിച്ചിട്ടും ഇവരുടെ ഒരു വിവരം ഇല്ല കേട്ടോ. അവര് ബ്ലോക്ക് ചെയ്ത് പോയേ. സംഭവം എനിക്ക് ഈ കേക്ക് ഡെലിവറി ചെയ്ത സ്ഥലവും കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ ഞാൻ ഇതിനെ കുറിച്ച് ചോദിക്കാനും കാര്യങ്ങൾക്കൊന്നും പോയില്ല. കാരണം ഇതെന്റെ ആദ്യത്തെ ഇൻസിഡന്റ് ആണ് കേട്ടോ. ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാവുന്നത്. ഈ ഒരു ഇൻസിഡന്റ് എനിക്ക് ആദ്യത്തെ അവസാനത്തെ ഒരു പാടാണ്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ എത്ര ലോയലായി നിന്നാലും നമ്മൾ എത്ര ക്വാളിറ്റി കേക്ക് അവർക്ക് പ്രൊവൈഡ് ചെയ്താലും ഇങ്ങനെ ബിഹേവ് ചെയ്യുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. അതിന്റെ ഇടയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ കൂടെ കൂട്ടുന്ന ഒരുപാട് നല്ല കസ്റ്റമേഴ്സും ഉണ്ട്. അവരാണ് നമ്മുടെ ധൈര്യം. പറഞ്ഞു നമ്മൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കേക്കിന്റെ കാര്യം ഞാൻ മറന്നുപോയി. ഇതൊരു 1 kg ബ്ലൂബെറി കേക്ക് ആണ്. കേക്കിന്റെ മേൽഭാഗത്ത് വൈപ്പിംഗ് ക്രീമിൽ കുറച്ച് ന്യൂഡ് പർപ്പിൾ കളർ ആഡ് ചെയ്ത് പൈപ്പിംഗ് ബാഗിൽ റൊസറ്റയുടെ നോസിൽ വെച്ച് ഇങ്ങനത്തെ ഒരു ഡിസൈൻ ആണ് കേട്ടോ കൊടുത്തത്. ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്ത ഡിസൈനിന്റെ മേലെ കുറച്ച് വൈറ്റ് എഡിബിൾ ബീഡ്സ് ഇട്ട് അതിന്റെ മേലെ എഡിബിൾ ആയിട്ടുള്ള കുറച്ച് സ്റ്റാർസും ആഡ് ചെയ്തു കേട്ടോ. അങ്ങനെ ഇതാണ് നമ്മുടെ കേക്കിന്റെ ഫൈനൽ ലുക്ക്. ഈ കേക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ നിങ്ങൾ കമന്റ് ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.